വാങ്ങിയിട്ട് നടക്കേണ്ടത് അവിടെയാണ്. അത് ശരി, ഇത് ചീറ്റിംഗ് ആണ്. ഇത് തീർച്ചയായിട്ടും സണ്ണിയുടെ പണി തന്നെ ആയിരിക്കും. കേട്ടോളൂ, കള്ളനെ കണ്ടതും പട്ടി കുരച്ചു. ഈ ഗെയിമിൽ സണ്ണിയുടെ ടീം ജയിച്ചു. ആടികൈ. ഈ ഫാനിന് എന്തുമാത്രം അഹങ്കാരാണ്. 3 സെക്കൻഡിൽ കൂടുതൽ കറങ്ങുന്നേ ഇല്ല. എടാ ഹണി, ഈ ഫാൻ കേടായി കിടക്കുക, അതുകൊണ്ടാ കറങ്ങാത്തത്. എന്റെ വായിൽ നിന്ന് തീ പറന്നുകൊണ്ടിരിക്കുകയാണ്. പച്ച നിറത്തിലുള്ള എന്റെ കളർ നിങ്ങൾ കാരണം ചുവന്ന കളറായി, മൊത്തത്തിൽ കുളമായി. സംശയമുണ്ടോ? എടാ ഹണി, ഇങ്ങനെ പോയാൽ ഞാൻ വേഗം തന്തൂരി പോപ്പറ്റായി മാറും. നീ ഓടിച്ചെന്ന് എനിക്ക് കുടിക്കാൻ വെള്ളം ബോട്ടിൽ എടുത്തോണ്ട് വാ. നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ചോദിക്കേ, എന്തിനാ ബോട്ടിൽ ചോദിക്കുന്നത്? ഹണി മിണ്ടായിരിക്കും, കുടിക്കാൻ വെള്ളമില്ല. എല്ലാ വെള്ളവും ഈ ഹണി പാഴാക്കി. ഞാൻ പാഴാക്കിയതൊന്നുമല്ല, ഞാൻ ദാഹിച്ചിരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്തതാണ്. നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആർക്കാണ് ദാഹിച്ചത്? കിരത്തിലുള്ള ഈ മീനുകൾക്കാണ്. വെള്ളം കിട്ടാതെ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അതാ ഞാൻ ഇവർക്ക് വെള്ളം കൊടുത്തത്. ഇവിടെ 5 ദിവസമായിട്ട് കുടിക്കാൻ വെള്ളമില്ല. ഇവൻ അക്വേറിയത്തിലെ മീനുകൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തിരിക്കുകയാണ്. ഈ വീട്ടിൽ 5 ദിവസമായി കുടിവെള്ളമില്ല. ഞാൻ മരുന്ന് കഴിക്കേണ്ട സമയത്ത് ഒരു സമോസ വാങ്ങിച്ചു വെച്ചു. അത് കണ്ട് വായിൽ വെള്ളം ഊറിയപ്പോൾ ആ വെള്ളം ഇറക്കിയാണ് മരുന്ന് കഴിച്ചത്. വെള്ളത്തിന് എത്രമാത്രം ക്ഷാമം വെച്ചാൽ പുറത്തു പോയി പാല് വാങ്ങിച്ചാൽ വെറും പാല് മാത്രമേ കിട്ടുന്നുള്ളൂ. പാലിൽ പോലും ഇപ്പൊ വെള്ളം ഒഴിക്കുന്നില്ല, അത്രയ്ക്ക് ക്ഷാമമാണ്. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ചിട്ടി കമ്പനിയിൽ നിക്ഷേപിക്കാം. വെള്ളത്തിന് പകരം വെള്ളം പലിശയായിട്ട് ചോദിക്കുമ്പോ ഒരുപാട് വെള്ളം നമുക്ക് കിട്ടും. എന്തായാലും വെള്ളം കിട്ടാത്തത് നന്നായി. ഇവനോടൊക്കെ ജീവിക്കുന്നതിലും ഭേദം വെള്ളം കിട്ടാതെ ചത്ത് സ്വർഗത്തിൽ പോകുന്നതാണ്. സംശയമുണ്ടോ? എടാ, വേഗം ഫോൺ ചെയ്ത് ടാങ്കർ ലോറിയെ വരാൻ പറയൂ. ആരാണ് ഈ ഫോണിന് 2 തുണ്ടമാക്കിയത്? ഞാൻ തന്നെയാ. ഞാൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചപ്പോ ഒരുപാട് സംസാരിക്കേണ്ട, ഫോൺ കട്ട് ചെയ്യുന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫോൺ 2ആയിട്ട് കട്ട് ചെയ്തു. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ മൊബൈലിൽ നിന്ന് മെസ്സേജ് ചെയ്യാം. എന്റെ അമ്മോ, അവൻ പറയുന്നത് അവന്റെ പക്കൽ ഒരു ടാങ്കറേ ഉള്ളെന്നാ. എടാ, ഈ കുടിവെള്ള ടാങ്കർ ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണ്. കേട്ടോളൂ, എപ്പോഴും പിച്ചക്കാരൻ കൊണ്ടുവരും പാത്രം. ഇവിടെ ഉള്ളത് ഒരു ടാങ്ക് വെള്ളം മാത്രം. അടികൈ. ഓക്കെ കുട്ടികളെ, വീട്ടിനകത്ത് പോയി നിൽക്കീൻ. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ദാഹിക്കും. ഇതിനകത്തുള്ള കുടിവെള്ളം എന്റേതാണ്. അത് കൊള്ളാം, ഇത് ഞങ്ങൾ ഓർഡർ ചെയ്താ. നിനക്കോടെങ്കിൽ വീട്ടിലേക്ക് വാ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരാം. നീ എന്താ പറഞ്ഞേ? കാശ് തന്നിട്ട് പോകാൻ നോക്ക്. നിങ്ങൾ രണ്ടുപേരുടെയും വഴക്ക് കാരണം ടാങ്കറിലെ വെള്ളം മുഴുവൻ ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് പാതി പാതിയായിട്ട് എടുക്കാം. അതെ അതെ, പാതി പാതിയായിട്ട് എടുക്കാം. വെള്ളം സണ്ണിക്ക്, ടാങ്കർ നമുക്ക്. എടാ കഴുതേ, വെള്ളം അവന് കൊടുത്തിട്ട് ടാങ്കർ നമുക്കെടുത്ത് കുടിക്കാൻ പറ്റൂ? ശ്രദ്ധിച്ചു കേട്ടോളൂ, ഈ പോക്ക് പോവുകയാണെങ്കിൽ വെള്ളം കിട്ടാതെ നമുക്ക് 8ന്റെ പണി കിട്ടും. സംശയമുണ്ടോ? വയസ്സായാൽ എല്ലാവർക്കും കിട്ടും പെൻഷൻ. വെള്ളത്തിന് വേണ്ടി നിങ്ങൾ തമ്മിൽ ഉണ്ടാകാൻ പോകുന്നു കോമ്പറ്റീഷൻ. അടികൈ. ഓക്കെ, കോമ്പറ്റീഷനിൽ പേടിച്ച് ആരാണ് ഇവിടെ ഓടാൻ പോകുന്നത്? മിസ്റ്റർ കന്ന, ഞങ്ങൾ അത്ര പേടിത്തൊണ്ടന്മാരൊന്നുമല്ല. കോമ്പറ്റീഷൻ കണ്ടിട്ട് പേടിച്ച് ഇവിടുന്ന് ഓടിപ്പോവാനായിട്ട്. കയറില്ലാതെ വെള്ളം കോരാൻ പറ്റില്ല, ടയറില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. നിങ്ങൾ 3 പേർക്കും അവനെ നേരിടാനും കഴിയില്ല. ശരി, വാ ഗ്രൗണ്ടിലേക്ക്. എന്റെ അമ്മച്ചി, നീ എന്താ മോള് ചെയ്യുന്നേ? താഴേക്ക് ഇറങ്ങി വാ. കാറ്റ് കൊള്ളുകയായിരുന്നു. ദാ ഇപ്പൊ താഴേക്ക് വരാം.
ഇനി എന്തായാലും എനിക്ക് ജെർസി വേണ്ട. ഈ കളിയിൽ മൊത്തം 3 റൗണ്ട് ഉണ്ട്. 3-ൽ 2 റൗണ്ട് ആര് ജയിക്കുന്നുവോ അവർക്ക് ഈ കുടിവെള്ള ടാങ്കർ കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് റൗണ്ട് നാരങ്ങ റൗണ്ട്. സ്പൂണിൽ നാരങ്ങ വെച്ചുകൊണ്ട് 2 പേരും റേസ് ചെയ്യേണ്ടതാണ്. ആദ്യം ചെന്ന് ബക്കറ്റിനകത്ത് നാരങ്ങയിട്ട് നിറയ്ക്കുന്നുവോ അവരായിരിക്കും വിന്നർ. ഹണി, ആദ്യം നീ തന്നെ പോ. വേണ്ട, ഞാൻ രാവിലെയാണ് പാല് കുടിച്ചത്. പാലും നാരങ്ങയും തമ്മിൽ പിരിയും. പിന്നെ വയറ്റിനകത്ത് പനീർ കട്ടകൾ ഉണ്ടാവും. സോർദാരെ, നീ പോ. നിന്റെ വാക്കകത്ത് ഒരു ബോളിന് വരെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് നീ തന്നെ പൊക്കോ. അങ്ങോട്ട് നോക്ക്. ആകാശം തെളിഞ്ഞു കിടക്കുകയാണ്. On your marks. Get set go. ഇവിടെയല്ല, നാരങ്ങയിട്ട് നിറക്കേണ്ടത് അവിടെയാണ്. അത് ശരി, ഇത് ചീറ്റിംഗ് ആണ്. ഇത് തീർച്ചയായിട്ടും സണ്ണിയുടെ പണി തന്നെ ആയിരിക്കും. കേട്ടോളൂ, കള്ളനെ കണ്ടതും പട്ടി കുരച്ചു. ഈ ഗെയിമിൽ സണ്ണിയുടെ ടീം ജയിച്ചു. ആടികൈ. കേട്ടോളൂ, യൗവനകാലത്ത് വരും പിമ്പിൾ. അടുത്ത റൗണ്ട് വളരെ സിമ്പിൾ. ആടികൈ. ആരായിരിക്കും വളരെ ദൂരത്തിൽ ഈ ബോൾ എടുത്ത് എറിയുന്നുവോ അവരായിരിക്കും ഇതിലെ വിന്നർ. ഈ റൗണ്ടിന് ആവശ്യം പവറാണ്. പറയൂ, ആരാണ് പോകുന്നത്? എനിക്ക് ഒരുപാട് പവർ ഉണ്ട്. ഞാൻ 50 കിലോ ഉള്ള ഒരു മനുഷ്യനെ പൊക്കിയിട്ടുണ്ട്. എങ്ങനെ? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ സ്വപ്നത്തിൽ ഒരാള് വന്നു. അദ്ദേഹത്തെ ഞാൻ എടുത്ത് പൊക്കി. പക്ഷെ ഈ കളി ബോൾ കൊണ്ടുള്ളതല്ലേ. ഞാനാണെങ്കിൽ ബെസ്റ്റ് ബാറ്റ്സ്മാനാ. അതുകൊണ്ട് കൊച്ചലിയാ, നീ പൊക്കോ. എന്റെ അമ്മച്ചി, ശരി എന്നാ. എടാ, കിറ്റിയുടെ മുമ്പിൽ എങ്ങനെ തോക്കാൻ കഴിയും? ഇവൻ തീർച്ചയായിട്ടും ചീറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. എടാ, വേഗം പോയി ഡ്യൂപ്ലിക്കേറ്റ് ബോൾ എടുത്തോണ്ട് വാ. അവനേക്കാളും ഏറെ ശക്തിയുള്ളവനാ എന്റെ കൂട്ടുകാരൻ. വേഗം പൊക്ക്. എങ്ങനെ പൊക്കണമെന്ന് പറയേ. എടുത്തു പൊക്കണോ, ഉരുട്ടിയെടുക്കണോ, അതോ പൊക്കിയെടുക്കണോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞാലല്ലേ അവൻ എങ്ങനെ പൊക്കിയെടുക്കണമെന്ന് മനസ്സിലാവുകയുള്ളൂ. രണ്ടുപേരും ഇപ്പോൾ സമനിലയിലാണ്. ഇനി ഫൈനൽ റൗണ്ട് ആണ്. ഹൈ ജമ്പ്. പോപ്പട്ടെ, നീ പൊക്കോ. അല്ല, നിനക്ക് എന്തുകൊണ്ട് പൊയ്ക്കൂടാ? ഞാൻ പോവായിരുന്നു, പക്ഷെ അത് പറ്റാത്തതിനൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോവാതിരിക്കുന്നത്. മുകളിലേക്ക് ചാടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ വേഗം കോമ്പറ്റീഷനിലേക്ക് റെഡിയാകുക. എടാ, അവൻ തീർച്ചയായിട്ടും ചീറ്റ് ചെയ്യും. അത് പോപ്പന്റെ അടുത്ത് പറയണം. ഇവൻ തന്നെ ചീറ്റ് ചെയ്യും. നോക്ക, ചില്ലി പൗഡർ. വൃത്തികെട്ട ലോകം. സംശയമുണ്ടോ? ഒരു വശം പോപ്പറ്റിനെ ഹൈ ജമ്പ് ചെയ്യാൻ പറയുന്നു, മറുവശം ചീറ്റിംഗ്. ഞാൻ ആരെന്ന് കാണിച്ചു കൊടുക്കാം. തോൽവിയും മുളക് പൊടിയും ഒരുമിച്ച് കഴിച്ചു. സംശയമുണ്ടോ? പാട്ട് നന്നാവണമെങ്കിൽ വേണം നല്ല തീം. ടാങ്കർ സ്വന്തമാക്കിയിരിക്കുന്നു പോപ്പറ്റിന്റെ ടീം. അടികൈ.
സണ്ണി ഇതാ വെള്ളം കുടിക്കേ. വേണമെങ്കിൽ ടാങ്കറിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തോണ്ട് വെക്കോ. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഇത്രയധികം ചീറ്റ് ചെയ്തിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തരികയാണ്. നിങ്ങളാണ് യഥാർത്ഥ ഹീറോസ്. പാട്ട് കൊഴുപ്പിക്കണമെങ്കിൽ വേണം ഡ്രമ്മർ. പോപ്പറ്റിന്റെ ടീമാണ് യഥാർത്ഥ വിന്നർ. അടികൈ. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ പോപ്പട്ടിനെ ആരാണ് ലീഡറാക്കി മാറ്റിയത്?